മഹാരാഷ്ട്രയിലേതിന് സമാനമായ സാഹചര്യത്തിൽ ഉത്തർപ്രദേശിലും സംജാതമാകുമെന്ന് SBSP അധ്യക്ഷൻ ഓം പ്രകാശ് രാജ്ഭർ. നിരവധി സമാജ്വാദി പാർട്ടി MLA-മാർ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ അതൃപ്തരാണെന്നും അവർ പാർട്ടി വിടാനൊരുങ്ങുകയാണെന്നും ഓം പ്രകാശ് രാജ്ഭർ വ്യക്തമാക്കി. തകർച്ചയുടെ വക്കിലാണെന്നാണ് രാജ്ഭർ അവകാശപ്പെടുന്നത്. അതൃപ്തരായ MLA-മാർ BJP പാളയത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അത് സംഭവിക്കാം. യോഗി മന്ത്രിസഭയിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് നമ്മൾ സാക്ഷിയാവും. അധികാരം മോഹിക്കുന്നവരാണ് ഇതിൽ പലരും. SP-യിൽ മെച്ചപ്പെട്ട ഭാവി കാണാൻ ആഗ്രഹിക്കാത്തവർ SBSP-യുമായും ബന്ധപ്പെട്ടിരിക്കുന്നു, രാജ്ഭർ ലക്നൌവിൽ പറഞ്ഞു. എന്നാൽ SP വിടാൻ ഒരുങ്ങുന്നവരുടെ പേരുകൾ പുറത്തുവിടാൻ രാജ്ഭർ തയ്യാറായില്ല. സംസ്ഥാനത്ത് SP-യും RLD-യും നല്ല ബന്ധത്തിലല്ലെന്നും രാജ്ഭർ അവകാശപ്പെട്ടു. SP-RLD സഖ്യം ഉടൻ തകരുമെന്നും രാജ്ഭർ അവകാശപ്പെടുന്നു. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SP സഖ്യകക്ഷിയായിരുന്ന SBSP 19 സീറ്റിൽ മത്സരിച്ചെങ്കിലും 6 മാത്രമായിരുന്നു വിജയിച്ചത്. പിന്നീട് സഖ്യം ഉപേക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു മഹാരാഷ്ട്രയിൽ അജിത് പവാറും 8 MLA-മാരും NCP പിളർത്തി ഷിൻഡെ സർക്കാരിൽ ചേർന്നത്. അതേസമയം NCP പിളർപ്പിന് ശേഷമുള്ള ശക്തി പ്രകടനത്തിൽ കൂടുതൽ MLA-മാർ അജിത് പവാർ പക്ഷത്താണ്. മുംബൈയിലെ ബാന്ദ്രയിൽ അജിത് പവാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പിന്തുണയുമായി എത്തിയത് 30 MLA-മാരാണ്. ശരത് പവാർ വിളിച്ച യോഗത്തിൽ നിലവിൽ 17 MLA-മാരാണ് പങ്കെടുക്കുന്നത്. ശരത് പവാർ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് വിപ്പ് ജിതേന്ദ്ര അഹ്വാദ് MLA-മാർക്ക് വിപ്പ് നൽകിയിരുന്നു. മഹാരാഷ്ട്ര നിയമസഭയിൽ NCP-ക്കാകെ 53 MLA-മാരാണുള്ളത്. കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകാതിരിക്കാൻ 3-2 അംഗസംഖ്യയായ 36 പേരെ ഒപ്പം നിർത്തണം. അയോഗ്യത സംബന്ധിച്ച് ഇരുപക്ഷങ്ങളും സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. തങ്ങൾക്ക് 40 പേരുടെ പിന്തുണയുണ്ടെന്ന് അജിത് പവാർ പക്ഷം അവകാശപ്പെട്ടു. പാർട്ടി ചിഹ്നത്തിനും പേരിനും അജിത് പവാർ പക്ഷം അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.